പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നാടകീയ നീക്കങ്ങൾ. ചെയർമാനെതിരെ സ്വതന്ത്ര കൗൺസിലറിനൊപ്പം UDF പിന്തുണയോടെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണച്ചു. അവിശ്വാസം കൊണ്ടുവന്ന സ്വതന്ത്രനും UDFും വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ഇനി പ്രവർത്തിക്കില്ലെന്ന് സ്ഥാനമൊഴിയേണ്ടി വന്ന ഷാജു വി തുരുത്തേൽ പ്രതികരിച്ചു. പാലാ നഗരസഭയിലെ അന്തർനാടകങ്ങൾക്ക് വിരാമമാകുന്നില്ല. ഇന്ന് നഗരസഭയിൽ അരങ്ങേറിയത് ഇരു മുന്നണികളുടെയും രാഷ്ട്രീയ അധാർമികത തന്നെയാണ്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ഷാജു വി തുരുത്തേലിനെ കേരള കോൺഗ്രസും CPIയും CPMും ചേർന്ന് പുറത്താക്കി. 26 അംഗ കൗൺസിലിൽ 14 LDF കൗൺസിലർമാരാണ് സ്വന്തം ചെയർമാനെതിരെ വോട്ട് ചെയ്തത്. അതേസമയം അവിശ്വാസം കൊണ്ടുവന്ന സ്വതന്ത്ര കൗൺസിലറും പിന്തുണച്ച UDFും വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നു. നിലവിലുണ്ടായിരുന്ന ചെയർമാനും കേരള കോൺഗ്രസ് എം അംഗവുമായ ഷാജു വി തുരുത്തേൽ അവസാന വർഷം ഒഴിയണമെന്ന ഫോർമുലയാണ് കേരള കോൺഗ്രസ് എം മുമ്പോട്ട് വച്ചിരുന്നത്. ഇതു സംബന്ധിച്ച ധാരണ പാർട്ടിയിൽ ഉണ്ടായിരുന്നതായും മണ്ഡലം ഭാരവാഹികൾ പറയുന്നു. UDF കുതന്ത്രം പൊളിക്കാൻ അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തുവെന്ന് LDF കൗൺസിലർമാർ പറയുന്നു. അങ്ങനെ രാജിവെക്കേണ്ട ഒരു കാലാവധി ഉണ്ടായിരുന്നു, അത് വെച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രതിപക്ഷം മനഃപൂർവ്വമായിട്ട് അത് മുതലാക്കിക്കൊണ്ട് അതായത് ആ സമയമായപ്പോൾ അദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്ത് ആണ് അവിശ്വാസ സമയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന പൂർണ്ണ സ്വതന്ത്രനായ ജിമ്മി ജോസഫാണ്. ഇനി കേരള കോൺഗ്രസിനൊപ്പമില്ല. അവസാന വർഷം ഒഴിയണമെന്ന പാർട്ടി ഉടമ്പടി ഉണ്ടായിരുന്നില്ല. വെറും വെള്ളപ്പേപ്പറിൽ ഒപ്പുവെപ്പിച്ചു. പുറത്താക്കപ്പെട്ട ചെയർമാൻ ഷാജു വി തുരുത്തേലിൻ്റെ വാദങ്ങൾ ഇങ്ങനെ: ചികിത്സയിലായിരുന്നതിനാൽ ഷാജു ഇന്ന് കൗൺസിൽ മീറ്റിംഗിലെത്തിയില്ല. ജോസ് കെ മാണിക്ക് കാര്യങ്ങൾ തന്നോട് വിശദീകരിക്കാമായിരുന്നുവെന്നും ഷാജു പറയുന്നു. ഞാൻ 29 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി കൗൺസിലറായി, 47 വർഷം പാർട്ടിക്ക് വേണ്ടി നിന്ന്. ഈ ഇപ്പോൾ ചെയർമാനാകാൻ വന്ന ആൾ അത്ര വർഷമായി? 10 വർഷം. ഒരു പഴച്ചാക്കാണെന്നുള്ള ഒരു ബഹുമതിയുണ്ട്. അപ്പോൾ ചേട്ടൻ ഇനി കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടെ ഒപ്പം നിൽക്കുമോ? അത് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നെ പുറത്താക്കിയിട്ട് എന്നെ അതിനെ നിൽക്കുന്നത് അത് സ്വാഭാവികമാണോ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരു പാർട്ടിയിലോട്ടും പോകുന്നില്ല. പക്ഷെ ഞാൻ പൊതുരംഗത്തുണ്ടാകും. സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. മുമ്പ് CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെട്ട് നിലപാടെടുത്തിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എം സമ്മർദ്ദത്തിന് വഴങ്ങി CPM ബിനുവിനെതിരായി നിലപാട് സ്വീകരിച്ചു. തുടർന്ന് ബിനുവിനെ CPMൽ നിന്ന് പുറത്താക്കി മറ്റൊരംഗത്തെ ചെയർമാനാക്കി. ധാരണ പ്രകാരം കേരള കോൺഗ്രസ് എമ്മിന് വീണ്ടും ചെയർമാൻ സ്ഥാനം ലഭിച്ചതോടെയാണ് ഷാജു വി തുരുത്തേൽ ഒരു വർഷം മുമ്പ് ചെയർമാനായത്. കാലാവധി അവസാനിക്കുന്ന ചുരുങ്ങിയ കാലത്തേക്ക് കേരള കോൺഗ്രസ് എം തോമസ് പീറ്ററെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിക്കും. അപ്പോഴും UDFിൻ്റെ കരുനീക്കങ്ങൾ അവസാനിക്കുമെന്ന് കരുതാനാകില്ല. ഫലത്തിൽ പാലാ നഗരസഭയിലെ നാടകങ്ങൾക്ക് തിരശ്ശീല വീഴുന്നേയില്ല. സനൽ എളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, കോട്ടയം.